നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് താലി കെട്ടിയ പെണ്ണിനോടാണ് അവൻ യഥാർത്ഥ സ്നേഹം. അതെ. പക്ഷെ ആ ഇഷ്ടത്തിൽ നിന്ന് അവനെ മാറ്റണം. കൂടെ ജീവിക്കുന്ന പ്രിയങ്ക എന്ന പേരക്കുട്ടിയോട് അവൻ ഇഷ്ടം തോന്നണം. ഹലോ മോളെ. അമ്മേ സുഖല്ലേ? കൊള്ളാലോ. എവിടെയോ ദൂരെ ദിക്കിലേക്ക് പോയ പോലെയാ ചോദിക്കുന്നെ. സുഖം തന്നെയാ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അമ്മയ്ക്ക് ചെറിയ പരിഭവം ഉണ്ട് കേട്ടോ. അമ്മ ഞാൻ അങ്ങോട്ടേക്ക് പോരാൻ നിന്നതാ. അപ്പോഴല്ല ഏട്ടന്റെ ചികിത്സയുടെ കാര്യമൊക്കെ വന്നത്. അച്ഛനും അമ്മയും കൂടി സമ്മതിച്ചിട്ടല്ല ഞാൻ ഇവിടെ നിന്നത്. ഏട്ടന് സുഖമായ ഞാൻ ഓടി അങ്ങ് എത്തുമല്ലോ. അമ്മ വെറുതെ പറയുന്നതാ മോളെ. നീ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് നന്നായി അറിയുന്നുണ്ട്. ഇവിടെ ഒരു ഒച്ചയും ഇല്ല, അനക്കവും ഇല്ല. ഇപ്പൊ എവിടെയാ നീ? ഞാൻ മ്യൂസിക് ക്ലാസ്സിന് കണിമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബസ്സിലാണോ? അല്ല, ഫിദ മാഡത്തിന്റെ കാറിലാ. ആ, കാറൊക്കെ വിട്ടു തരുമോ നിനക്ക്? പിന്നെ എന്നും കാറിൽ പറഞ്ഞയക്കാന്നൊക്കെ പറയും. പക്ഷെ ഞാനങ്ങനെ കയറാറൊന്നുമില്ല. ഇന്നൊരു ചെറിയ തലവേദന തോന്നിയത് കൊണ്ട് ഞാനിങ്ങി പോന്നു. എന്നിട്ട് തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയോട് സംസാരിച്ചല്ലോ, അപ്പൊ കുറഞ്ഞു. ആ പിന്നെ അമ്മ, ഏട്ടന്റെ പേരിൽ കുറെ വഴിപാടുകൾ നടത്താനുണ്ട്. നാളെ ഞാൻ അമ്പലത്തിൽ വരും. അമ്മ ഉണ്ടാവോ അവിടെ? അതിനെന്താ, നീ വരുന്നു പറഞ്ഞ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവില്ലേ? ശരി അമ്മ, നാളെ കാണാം. നന്നായി നാളെ വരാന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ നേരെ കണിമംഗലത്തേക്ക് വന്നേനെ. അത് വെറുതെ. സത്യമായിട്ടും പറ്റണില്ല കുട്ടി, നീ ഇല്ലാണ്ട്. അയ്യോ, നീ ഫോൺ വെച്ച മോളെ. അടുപ്പത്തിരുന്ന് പാല് തിളച്ചു. എന്താടി ഇത്? അത് പാല് തിളപ്പിക്കാൻ വെച്ചപ്പോ രാധിക മോളുടെ ഫോൺ വന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അവളോട് സംസാരിച്ചപ്പോ ഉണ്ടായിരുന്ന പാല് തിളച്ചു തൂവി. കണിമംഗലത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഇതുപോലെ തിളച്ചു തൂവി ഇല്ലാതാവാൻ പോവുക നിന്റെ മോളുടെ ജീവിതം. പ്രിയങ്കയുടേത്. വിളിച്ചു കൊഞ്ചിക്കുമ്പോ മോളോടൊന്ന് പറഞ്ഞേരെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ടെന്നും അനുജിത്തിയുടെ ജീവിതത്തിന് ഭീഷണിയാവണ്ടെന്നും. മനസ്സിലായോടി? തന്റെ നീട്ടല് കണ്ടാ തോന്നുമല്ലോ ഏതോ കൊടുങ്കാട്ടിൽ അകപ്പെട്ട് സിംഹമോ പുലിയോ വന്ന് മുന്നിൽ ചാടിയതാണെന്ന്. പിന്നെ പേടിപ്പിച്ച പേടിക്കല്ലേ? ആ അതെ, തന്റെ മരുന്ന് ഏറ്റു കേട്ടോ. എന്റെ പനിയൊക്കെ മാറി. അത് മാറുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് മാത്രമൊന്നുമല്ല മാറിയത്, താൻ കൈപിടിച്ചടുത്തിരുന്നോണ്ടാ. എനിക്കകത്ത് ഒരുപാട് ജോലിയുണ്ട്. വന്നേ, ഇങ്ങോട്ട് വരാം. അതെ, ജോലി തനിക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാമല്ലോ. തന്നെ എനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്. കുറച്ചു നേരം സംസാരിച്ചിട്ട് പോയാ മതി. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സംസാരിക്കാതിരിക്കാൻ തോന്നുന്ന സമയം വരെ എന്റെ മുന്നിൽ നിൽക്കണം, സംസാരിക്കണം. എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാമോ? സ്വന്തം മാനസികാവസ്ഥ മാത്രം ചിന്തിക്കരുത്, മറ്റുള്ളവർക്കുണ്ട് ഇതൊക്കെ. എടോ, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ പറ്റിയേ?
വല്ല ദേഷ്യമുണ്ടോ തനിക്ക്? എനിക്ക് ആരോടും ദേഷ്യപ്പെടാൻ അറിയില്ല. അതന്നെ എന്റെ കുഴപ്പം. ഏയ്, ഏയ്. കാര്യങ്ങൾ കുറച്ച് ഗൗരവമാണല്ലോ. ഒരാളെ അബദ്ധത്തിൽ താലി ചാർത്തുക, മറ്റൊരാളുമായി ജീവിക്കേണ്ടി വരിക. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് താലി കെട്ടിയ പെണ്ണിനോടാണ് അവൻ യഥാർത്ഥ സ്നേഹം. അതെ. പക്ഷെ ആ ഇഷ്ടത്തിൽ നിന്ന് അവനെ മാറ്റണം. ആ. കൂടെ ജീവിക്കുന്ന പ്രിയങ്ക എന്ന പേരക്കുട്ടിയോട് അവൻ ഇഷ്ടം തോന്നണം. മനുഷ്യരുടെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ്, ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. പിടിച്ചു നിർത്താൻ എളുപ്പമല്ല. വഴിയുണ്ടാക്കാം. ഇത് മന്ത്രജപം കൊണ്ട് ശക്തിയാർജിച്ച കുങ്കുമമാണ്. അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി അതിരാവിലെ കുളിച്ച് ശുദ്ധം ചെയ്ത് അവൾ അയാളുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുക്കണം. എന്നിട്ടിത് അവൾ സ്വന്തം നെറ്റിയിലും ചാർത്തണം. ഇതിന്റെ ഫലസിദ്ധി അനുസരിച്ച് അവൻ അന്നത്തെ ദിവസം ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും മാറാനേ തോന്നില്ല. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കാനുള്ള സകല സംയോഗങ്ങളും അവർ തമ്മിൽ നടക്കും. മറ്റെല്ലാം മറന്ന് ഈ കുറിയണിയുന്നവർ തമ്മിൽ അടുത്തിരിക്കും. ഉറപ്പല്ലേ തിരുമേനി? മന്ത്രങ്ങൾക്ക് പിഴവില്ല, ശക്തിയെക്കുറിച്ച് ചോദ്യങ്ങളുമില്ല. ഒരു കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു, ഒന്നിച്ച് ജീവിക്കേണ്ടവർ അവരാരാണോ അവർ രണ്ടുപേരും നെറ്റിയിൽ ഈ കുറി അണിയുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.